നമസ്കാരം, ഞാൻ ശാക്തേയ ഉപാസകൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചതയം നക്ഷത്രയാത്രയെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഇത്തവണയും നമ്മൾ ചതയ നക്ഷത്രയാത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ചതയ നക്ഷത്രയാത്രയുടെ ഏകദേശം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ശനിദശാകാലത്തെ ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് 44 വയസ്സ് മുതൽ ഏകദേശം ചതയ നക്ഷത്രയാതിരുടെ 44 വയസ്സ് മുതൽ ഏകദേശം 61 വയസ്സ് വരെയുള്ള കാലഘട്ടം, 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ബുധദശാകാലം ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുന്നതാണ്. ആദ്യമായിട്ട് ചതയ നക്ഷത്രയാതിരുടെ വീഡിയോ കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ആവർത്തിക്കാം. ഏതൊരു ചതയ നക്ഷത്രയാതിനും ജനിക്കുന്നത് രാഹുർദശയിലാണ്. രാഹുർദശയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 18 വർഷമാണ്. എന്നാൽ ജനന സമയത്ത് നക്ഷത്രം എത്ര നാഴിക ചെന്നു എന്നതിനെ ആശ്രയിച്ച് ചിലർക്ക് 18 വർഷത്തെ രാഹുർദശ ഉണ്ടാകും, ചിലർക്ക് 18 ദിവസത്തെ ആയിരിക്കും, ചിലർക്ക് 9 വർഷത്തെ ആയിരിക്കും, ചിലർക്ക് 6 വർഷത്തെ ആയിരിക്കും. ഓരോ ജാതകത്തെ അനുസരിച്ചും ആദ്യത്തെ ദശാകാലത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളിതൊരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഒരു പൊതുവായിട്ടൊരു ദശാകാലത്തിൻ്റെ ഒരു കാലഘട്ടം പറയുമ്പോൾ 18 വർഷം രാഹുർ ദശാകാലം എന്നുള്ളതിനെ നമ്മളൊരു പൊതുവായൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ 9 വർഷം ആക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു ചതയ നക്ഷത്രജാതൻ ജനിച്ച സമയം മുതൽ ഏകദേശം 9 വയസ്സുകാലം വരെ രാഹുർ ദശാകാലമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. ഈ ഓരോ ദശാകാലത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് വീഡിയോ നോക്കിലറിയാം. നമ്മളിപ്പോൾ ഇന്നിവിടെ പറയുന്നത് ഏകദേശ കണക്കനുസരിച്ച് 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ബുധദശാകാലത്തെക്കുറിച്ചാണ്. ഏതൊരു ചതയ നക്ഷത്രയാതിൻ്റെയും ഏകദേശ കണക്കനുസരിച്ച് 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ബുധദശാകാലം. ഇവർക്ക് ഈ ബുധദശാകാലം വരുന്നതിന് മുൻപ്, ബുധദശാകാലം എന്ന് പറയുമ്പോൾ 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയാണ്. അതിനു മുൻപ് 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശനിദശാകാലമായിരുന്നു. അതെത്രയേറെ ശനി അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ജാതകനായാലും അത്ര വലിയ ഗുണങ്ങൾ ലഭിച്ചാൽ പോലും എന്നെന്നും ഓർമ്മിക്കുന്ന, ഒരിക്കലും മറക്കാത്ത ഏതെങ്കിലും വേദനജന്യമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് സമ്മാനിച്ചിരിക്കും. എന്നൊന്നും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു 1-2 വിഷയങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ശനിദശാകാലത്ത് ഏകദേശം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. തുടർന്നാണ് 44-ാമത്തെ വയസ്സ് മുതൽ 61-ാമത്തെ വയസ്സ് വരെ ബുധദശാകാലം വരുന്നത്. ബുധദശാകാല ഫലം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഏതൊരു ചതയ നക്ഷത്രയാതിൻ്റെയും ജാതകത്തിൽ ബുധൻ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഫലം വരിക. എങ്കിലും പൊതുവേ പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ചതയ നക്ഷത്ര ജാതകരുടെ ബുധദശാകാലം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ പൊതുവെ ഗുണകരമായിരിക്കും. എന്തുകൊണ്ട്? ക്ഷേമ നക്ഷത്രാധിപദശ എന്ന് ഇതിന് പറയുക. അപ്പം ക്ഷേമ നക്ഷത്രാധിപദശ എന്ന് പറഞ്ഞാൽ ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഭവിക്കണം എന്നർത്ഥം. ഇനി ജാതകപ്രകാരം ശുഭനായൊരു ബുധൻ ദശയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു യോഗകാരകനായിട്ടുള്ള ബുധൻ്റെ ദശാകാലമാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഫലങ്ങൾ വരാനിടയുള്ളത്? വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹം തീർച്ചയായിട്ടും നടക്കും. ശുഭനായിട്ടുള്ള ബുധൻ, വിവാഹസിദ്ധി ഉണ്ടാകും, സൽപുത്ര ജനനം പ്രതീക്ഷിക്കാം. ഇനി വിവാഹിതരാണെങ്കിൽ, വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ മക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും അവരുടെ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാഹം നടക്കാനിടയുണ്ട്, ഒരു സൽപുത്ര ജനനം ഉണ്ടാകാനിടയുണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ ലബ്ധി, സ്വർണ്ണാഭരണങ്ങളുടെ ലാഭം ഉണ്ടാകാനിടയുണ്ട്. ഭൂമി ലാഭം ഉണ്ടാകാം, പുതിയ വീട് ലഭിക്കാം, പഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുരോഗതി, പ്രത്യേകിച്ച് ഗവേഷണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്
അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കുറച്ച് സ്ഥാനക്കയറ്റം കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും PhD പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക. അതായത് വിദ്യാപുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുവെങ്കിൽ അത് ലഭിക്കുന്നതാണ്. ഉദ്യോഗ സംബന്ധമായിട്ടുള്ള ശ്രേയസ്സിനോ ഗുണത്തിനോ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത് നടക്കുന്നതാണ്. വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ കച്ചവടപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അത് നടക്കുന്നതാണ്. സൗഹൃദ സദസ്സുകളിൽ ശോഭിക്കുന്നതാണ്. വിശേഷപ്പെട്ട വ്യക്തികളുമായിട്ടൊക്കെ സഹവാസം ഉണ്ടാകുക, വാക്കുകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയത തോന്നുക, വാക്കുകൾ ഫലവത്താകുക, എഴുത്തുകുത്തുകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുക, കണക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണക്ക് കൂട്ടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അക്കൗണ്ട്സി വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലുന്നതി, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, വിദേശ യാത്രാ അവസരങ്ങൾ, മക്കളുടെ മക്കളും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഒരു വിശേഷ ആഘോഷ അവസരത്തിലൂടെ കടന്നു പോകുവാനുള്ള സാഹചര്യം, എപ്പോഴും ധനലബ്ധി, കടമെന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, കടബാധ്യത ഉണ്ടാകുന്നില്ല. എന്ത് തൊട്ടാലും എവിടെ തൊട്ടാലും അതൊക്കെ ഒരു നേട്ടങ്ങളായിട്ട് വരിക. ഇങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങൾ, വാഹന ലാഭം, പൂന്തോട്ടങ്ങളടക്കം അല്ലെങ്കിൽ പൂന്തോട്ടമടക്കം സജ്ജീകരിച്ചിട്ടുള്ള വീട് മേടിക്കുക, അല്ലെ വീട്ടിലത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, വളർത്തു പക്ഷികളെ പ്രത്യേകിച്ച് തത്ത പോലുള്ള പക്ഷികളെയൊക്കെ ഓമനിച്ച് വളർത്താൻ സാധിക്കുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുടുംബത്തിൽ തന്നെ പുത്രന്മാർ 1 2 3 കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മക്കൾക്ക് പുത്രൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ജാതകർക്ക് പുത്രൻ ഉണ്ടാകുക, പുത്രി ഉണ്ടാകുക, അവരുടെ മക്കൾക്ക് പുത്രൻ ഉണ്ടാകുക, കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനുള്ള വരിക, കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മനസന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ട് ഇതിനെ പറയാം. ഒപ്പം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കും. പൊതുവെ ഗുണകരമായിരിക്കും. ഇനി ബുധൻ ശുഭനല്ലാത്ത അവസ്ഥയാണെങ്കിലോ, ശുഭനല്ല ബുധൻ എന്ന് വിചാരിക്കുക, തൊഴിൽ പ്രശ്നം ഉണ്ടാകും. എഴുത്തുകുത്തുകളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ പറ്റാം, അതൊക്കെ വലിയ വിഷയങ്ങളാവാം. കണക്കൂട്ടലുകൾ മൊത്തം തെറ്റാം. അതുപോലെ തന്നെ പറയുന്ന വാക്കുകൾ അവരവർക്ക് തന്നെ വിനയായിട്ട് വരാം. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ, കോടതികളിൽ ചെന്നൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ മൊഴി കൊടുക്കുന്നതൊക്കെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ലാതെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ ജഡ്ജിക്ക് മനസ്സിലാകാനും, അല്ലെങ്കിൽ വിവാദങ്ങളായേക്കാവുന്ന ഏതെങ്കിലും കാര്യത്തിൽ ചെന്ന് തലയിടാനും, പറയുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലാതെ മറ്റേതെങ്കിലും കൊനിഷ്ഠ പിടിച്ച അർത്ഥങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി അത് നിയമപരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുക. മക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരം ഉണ്ടാകുക, കോടതി വ്യവഹാരത്തിൽ തിരിച്ചടി ഉണ്ടാവുക, സ്വർണ്ണാഭരണങ്ങൾ തസ്കരന്മാർ കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ പണയത്തിലാവുകയോ ചെയ്യുക, വീടിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഏകദേശം നഷ്ടപ്പെടുന്ന അവസ്ഥ വരിക, ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കുക, അതോടൊപ്പം തന്നെ ഗർഭാശയ സംബന്ധമുള്ള രോഗങ്ങൾ, അതല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളോ ശസ്ത്രക്രിയകളോ വേണ്ടി വരിക. ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും കൃത്യമായിട്ടുള്ള ഒരു ന്യായബോധമില്ലാതെ, ന്യായചിന്തയില്ലാതെ എപ്പോഴും നമ്മൾ കുറുക്കു വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരിക. നേരായ മാർഗത്തിലൂടെ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് സമയം എടുക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട, നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പോവാം. പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച് ധനം പോവുക, തൊടുന്നതെല്ലാം പ്രശ്നം, എവിടെ ചെന്നൊരു ഒപ്പിട്ടാൽ പോലും പ്രശ്നം, ഇങ്ങനെ അവസ്ഥ. ഇത് കൂടാതെ ചർമ്മസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളും വരാം. അതായത് ചൊറി, ചിരങ്ങ്, കുഷ്ഠം, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഗ്രേഡ് പോകും. മുഴുക്കടി, ഇതുപോലുള്ള രോഗദുരിതങ്ങൾ, അതുപോലെ തന്നെ പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാം. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരല്പം പാപത്തെ ബുധനുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്, ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാം എന്ന മട്ടിലാണ് ജാതകത്തിലെങ്കിൽ, പ്രത്യേകിച്ച് ഈ വാക്കുകൾക്ക് ഒരാകർഷണീയതയോ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളോ ഉണ്ടാകാം.
ഭൂമി ലാഭം, സ്വർണ്ണലാഭം, അതുപോലെ തന്നെ എന്താ പറയുക, രാജ്യതുല്യയായ സ്ത്രീ പ്രജാലാഭം, സ്ത്രീലാഭം, അതായത് വിവാഹമാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റുക. അതിൽ ചന്ദനാദി വസ്തുക്കൾ കൂടുതലായിട്ട് ആകർഷണീയ തോന്നുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ താല്പര്യം, വിശേഷ പട്ടുവസ്ത്രങ്ങളോടുള്ള താല്പര്യം തോന്നുക, അവയൊക്കെ ലഭിക്കുക. ആഡംബര നിർമ്മിതമായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക. ആഡംബര നിർമ്മിതമായിട്ടുള്ള ഹോട്ടലുകളിലോ വീടുകളിലോ ഒക്കെ വസിക്കാൻ സാധിക്കുക. പഞ്ചസാര കലർന്നിട്ടുള്ള പാൽപ്പായസം പോലെയുള്ള മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. സ്വർണ്ണാഭരണങ്ങളുടെ ലബ്ധി, രത്നങ്ങൾ നിറഞ്ഞ വസ്തുക്കളുടെ ലബ്ധി. ഇങ്ങനെ ബുധൻ അനുകൂലമാണെങ്കിൽ ചക്രവർത്തി യോഗം വരെ കിട്ടും. ബുധൻ അനുകൂലമാണെങ്കിൽ ഫയൽ നോക്കുന്ന പണി, സർക്കാർ സർവീസ് ജോലി കിട്ടാം, അല്ലെങ്കിൽ ജനനേതാവായിട്ട് മാറാം. ജനനേതാവോ മന്ത്രിയോ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തസ്തികയിലേക്ക് പോകാം. ഇതൊന്നുമല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മേഖലകളിൽ വിജയിക്കാൻ പറ്റും. കലാപരമായിട്ട് ബുധൻ വളരെ അനുകൂലമാണെങ്കിൽ സംഗീതത്തിൽ ശോഭിക്കാം, സാഹിത്യത്തിൽ ശോഭിക്കാം, കഥാരചനകളിൽ ശോഭിക്കാം, കവിതയെഴുത്തിൽ ശോഭിക്കാം, പാട്ടെഴുത്തിൽ ശോഭിക്കാം, പാട്ട് പാടുന്നതിൽ ശോഭിക്കാൻ കഴിയും. ബുധൻ ഒരു കലാകാരനാണ്. ബുധനെ സംബന്ധിച്ച് സർവ്വകലകളുടെയും വിലനിലമാണ്. അദ്ദേഹം അനുകൂലമാണെങ്കിൽ ലോകമറിയപ്പെടുന്ന ഗായകനാകാൻ പറ്റും, ലോകമറിയപ്പെടുന്ന എഴുത്തുകാരനാകാൻ പറ്റും, ലോകം വന്നിക്കുന്ന നടനാകാൻ പറ്റും. അഭിനയ എന്താ പറയുക, നവരസങ്ങളുടെ മുഖത്ത് മാറി മാറി പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് ജനങ്ങൾ അംഗീകരിക്കും. അത് അംഗീകാരം, പ്രശസ്തി, സൽകീർത്തി, സുപ്രസിദ്ധി ഇതെല്ലാം ബുധനിലുണ്ട്. ബുധദശാകാലം എന്ന് പറയുന്നത് അനുകൂലനായിട്ടുള്ള ബുധൻ നമ്മളെ പ്രശസ്തിയുടെ കൊടിമുടി കയറ്റും. നമ്മൾ പോലും അറിയാതെ. നമ്മളിപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, വിവരസാങ്കേതിക വിദ്യ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ കണ്ടില്ലേ, വളരെ സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരനോ കൂലിപ്പണിക്കാരിയുമായിട്ടുള്ള ആണോ പെണ്ണോ അവരവരുടെ പാട്ടോ നൃത്തമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്ത് ഇടാറുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് വൈറലാകാറുണ്ട്. ഇങ്ങനെയുള്ള വൈറൽ പണികളും ബുധനെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നു. എത്രയേറെ ആരൊക്കെ ചവിട്ടി മതിച്ച് അടക്കി ഒതുക്കി വെച്ചാലും ബുധൻ സ്വാധീനിക്കുന്ന വ്യക്തിയിലുള്ള സർഗപരമായിട്ടുള്ള ആ ഒരു കഴിവിനെ ഒരു സുപ്രഭാതത്തിൽ ബുധൻ ലോകം മുഴുവൻ കൊണ്ടുവരും, അറിയിക്കും, പ്രശസ്തനാക്കും, പ്രസിദ്ധി നേടും. അത് ചിലപ്പോൾ ഒരുപക്ഷെ കഥ എഴുതുന്നവരായിരിക്കാം, കാവ്യങ്ങൾ നിർമ്മിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളൊരു നേട്ടമാണ്. ഇനി ബുധൻ പ്രതികൂലമാണെങ്കിലോ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരൊരു കഥയുണ്ടാക്കും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരാൾ നമ്മളുമായിട്ട് അല്പം നീരസത്തിലിരിക്കുകയാണ്. നമുക്ക് ബുധൻ നീതനായിട്ട് നിൽക്കുന്ന ദശാകാലമാണെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ, ഒരു ഉദാഹരണം പറയുന്നതാണ്, നമ്മുടെ അടുത്ത വീട്ടുകാരൻ നമ്മളുമായിട്ട് അല്പം നീരസത്തിലാണ്. നമ്മളൊരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ നമ്മളെ നോക്കിക്കൊണ്ട് നമ്മളെ ഒന്ന് നോക്കുന്നുണ്ട്, എന്തോ എഴുതുന്നുണ്ട്. അയാൾ എഴുതുന്ന ഒരു പക്ഷേ അയാളുടെ വിൽപ്പത്രമോ അല്ലെങ്കിൽ അയാളുടെ മകൾക്കുള്ള ലെറ്ററോ ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ മക്കൾക്കുള്ള കത്തുകൾ എന്തോ ആയിരിക്കും. നമ്മളെന്താ ചിന്തിക്കുക, നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ അവിടെ തയ്യാറാകുന്നു. അതായത് അനാവശ്യമായിട്ടുള്ള ഭാവനകൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ആദ്യം ചിന്തിക്കുക. ആദ്യം അവർ വെറുതെ ചിന്തിക്കുന്നു, അങ്ങനെ ഉണ്ടായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇല്ലേ, അങ്ങനെ ഉണ്ടാവണമല്ലോ, അങ്ങനെ ഉണ്ട്, ഉണ്ടാവണം, അങ്ങനുണ്ട്. അവസാനം അവർ തന്നെ തീരുമാനിക്കാറുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് അവർ ചിന്തിക്കുകയും അവസാനം അവരുണ്ടെന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുകയും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഉറക്കം പോകുകയും ചെയ്യും. ഇതാണ് ബുധൻ്റെ ഒരു വികൃതി. ബുധൻ പ്രതികൂലനാണെങ്കിൽ ചുമ്മാതിരിക്കുന്ന കുഞ്ഞിനെ നുള്ളി ഉണർത്തിയെന്ന് പറയുന്ന അവസ്ഥയാണ്. ആവശ്യമില്ലാതുള്ള ചിന്തകളെ നമ്മൾ ഉറങ്ങിക്കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗ്യാസ് ട്രബിൾ വന്നു. ഗ്യാസ് ട്രബിൾ വരുമ്പോഴത്തേക്കും നമ്മൾ പോയൊരു എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചു, തൽക്കാലം കുറഞ്ഞു, നമ്മൾ കിടക്കുന്നു. ബുധൻ പ്രതികൂലനാണെങ്കിൽ അങ്ങനെ കിടക്കുന്ന ആൾ ചിന്തിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആകുമോ, അതോ എനിക്ക് മറ്റെന്തെങ്കിലും രോഗം വരാൻ പോവുകയാണോ, അപ്പോൾ അയാൾക്ക് സംശയമാകുമോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു, ഇത് അറ്റാക്ക് തന്നെ. അറ്റാക്ക് അവർ തന്നെ ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്നതിനൊക്കെ ഇല്ലാത്ത കാര്യങ്ങളെ അവരവരുടെ ഭാവനയിൽ മെനയുകയും
കുറച്ചവർ മെനഞ്ഞൊരു രൂപരേഖയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അവർ തന്നെ സ്വയം മറക്കുകയാണ്, ഞങ്ങളിത് മെനഞ്ഞതല്ല, ഇത് ഒറിജിനലാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. ഇത് രോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളുടെ കാര്യത്തിൽ, പിന്നെ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ, സൗഹൃദ ബന്ധങ്ങളുടെ കാര്യത്തിൽ, ദമ്പതികളുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ, പങ്കാളിത്ത ഏർപ്പാട്, ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാത്തിലും ഒരു സംശയം വരികയും ആ സംശയം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതായത് തനിക്ക് തന്നെ ദോഷമായി വരുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒറ്റ വാക്കിൽ പറയും. ഇല്ലാത്ത വെടിവെച്ചൊക്കെ അവർ കേൾക്കും, ആവശ്യമില്ലാത്ത കണികളെല്ലാം പിടിക്കും. അവസാനം ഓരോന്നായിട്ട് ഇവർക്ക് പ്രതികൂലമായിട്ട് വരും. പ്രതികൂലമാകുമ്പം നമ്മളിതിനെ ജ്യോതിഷത്തിൽ പറയുന്നത് അവരവർ തീർത്ഥചക്രവ്യൂഹത്തിൽ കിടക്കാമെന്ന് പറയും. അത് ഈശ്വരൻ കൊണ്ടുവരുന്ന പണിയല്ലത്. ഇവർ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് എവിടെയെങ്കിലുമൊക്കെ നാട്ടി വെക്കുന്ന ചില ഏണികളാണ്. അവസാനം അതെല്ലാം കൂടി ഇവർക്കെതിരെ തിരിഞ്ഞ് ഒറ്റ ഗ്രാഫിൽ വരുമ്പോൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ വീണു എന്ന് പറയുന്നത് പോലെ ഇവരൊരു ചക്രവ്യൂഹത്തിലേക്ക് സ്വയം ചെന്ന് ചാടാൻ അടയില്ല. അതാണ് ബുധൻ്റെ ഒരു പ്രത്യേക ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതാണ് ഒരു ശുഭനായിട്ടുള്ള ബുധനാണെങ്കിൽ വിശേഷ ബുദ്ധി പ്രകടമാകും, വിവേകബുദ്ധി ഉണരും, നീതിന്യായ ബോധമുണരും, അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, അനാവശ്യമായിട്ട് ഒരു സാമ്പത്തിക ചിലവ് നടത്തുന്നില്ല, അനാവശ്യമായിട്ടുള്ള ഇടപാടേ ഇല്ല. അവരുടേതായിട്ടുള്ള ഫാമിലി കാര്യങ്ങളായിട്ട് നടക്കുന്നു. അതോടൊപ്പം ശുഭനായിട്ടുള്ള ബുധൻ്റെ ദശാകാലത്തിൽ ദാനധർമാദികളെ താല്പര്യം വർദ്ധിക്കും. സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും സോപ്പോ സെൻറ്റോ സ്പ്രേയോ ഒന്നും കൊടുക്കുന്നതല്ല ദാനധർമ്മം. അർഹിക്കുന്ന സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സോട് കാണിക്കും. നീചനായിട്ടുള്ള ബുധനാണെങ്കിലോ ദാനം ചോദിച്ചു വരുന്നവർക്ക് ദാനം മേടിക്കുന്ന അവസ്ഥയിൽ കഷ്ടത്തിലായിരിക്കും. അപ്പം ബുധദശാകാലമെന്ന് പറയുന്നത് ചതയ നക്ഷത്രത്തെ സംബന്ധിച്ച് പൊതുവേ പറഞ്ഞാൽ ഗുണകരമാകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷേമനക്ഷത്രാധിപദശ എന്നൊക്കെയാണ് അതിനെ പൊതുവേ വിലയിരുത്തുന്ന ജ്യോതിഷത്തിൽ. അപ്പോൾ ക്ഷേമനക്ഷത്രാധിപദശ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ ഗുണകരമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഏകദേശം ശുഭകരമായിരിക്കും. അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് തുടക്കത്തിലെ രാഹു അത്ര വലിയ ഗുണം നൽകുന്നതല്ല. അതിനിടയ്ക്ക് വരുന്ന വ്യാഴമായിരിക്കും എന്തെങ്കിലും ഇച്ചിരി നേട്ടം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 19 വർഷം ശനിയാണ്. 19 വർഷം ശനി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഏകദേശം ഒരു പരുവത്തിലായി. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു ആശ്വാസം എന്ന രീതിയിൽ മണൽക്കാട്ടിലൂടെ നടക്കുന്ന അവസ്ഥയാണ് നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കാരണം ജന്മദശ എന്ന് പറയുന്നത് രാഹുവാണ്. അത്ര വലിയ ഗുണമുള്ളൊരു കാലഘട്ടമല്ല. അത് 9 വർഷം കിട്ടിയാലും ശരി, 18 വർഷം കിട്ടിയാലും ശരി. ഇനി 18 വർഷം കിട്ടിയാലും 9 വർഷം കിട്ടിയാലും രാഹുദശ പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല. അതിനുശേഷം വരുന്ന വ്യാഴദശയാണ് എന്തെങ്കിലും തരത്തിൽ ഒരു ഇച്ചിരി നേട്ടം കൊടുക്കുന്നത്. അതൊരു 16 വർഷം കിട്ടും. വ്യാഴദശ 16 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നത് എവിടെയാണ്? വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ശനിദശാകാലത്തിലേക്കാണ്. ശനിദശാകാലത്തിലും കിടന്ന് ഇല്ലാത്ത കഷ്ടപ്പാടെല്ലാം പെട്ടെങ്കിലും ഒരു ചെറിയ ആശ്വാസമായിട്ടാണ് ബുധദശയിലേക്ക് വരുന്നത്. അത് നീചനായിട്ടുള്ള ബുധനാണെങ്കിൽ പറയുമാണ്. എന്നാലും നീചനാണെന്നാണ് ഇരിക്കട്ടെ. ബുധൻ ജാതക പ്രകാരം നീചനാണ് എന്ന് തന്നെ വെച്ചു. പാപയോഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ ബുധൻ നീചാവസ്ഥയിലാണെന്നോ എന്ന് തന്നെ വിചാരിച്ചോളൂ. എങ്കിൽ പോലും ബുധദശ നിങ്ങളെ കൊല്ലാക്കൊലൊന്നും ചെയ്യില്ല. കാരണം ശനിദശാകാലത്തിൽ ഏകദേശം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ നിങ്ങൾ കിടന്ന് അനുഭവിച്ച ആ ഒരു ദുരിതക്കയത്തിലേക്ക് നിങ്ങളെ ബുധൻ ഒരിക്കലും കൊണ്ടുപോയില്ല. ബുധനാൾ സൗമ്യനാണ്, സുന്ദരനാണ്, കാരുണ്യവാനാണ്. ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനീശ്വരൻ്റെ ഒരു ചൂടും ഒരു കടുംപിടുത്തം ഒന്നും ബുധഭഗവാൻ ഉണ്ടാവില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഔദാര്യശീലനാണ്. അതുകൊണ്ട് തന്നെ എത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു നടുക്കയത്തിലേക്ക് തള്ളിയിട്ടാൽ ആ കയത്തിൽ നിന്ന് നമ്മൾ എന്താ പറയുക, തുഴഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ കൈയും കാലോട്ട് അടിച്ച് എല്ലുന്ന ഒരു കരയുണ്ടായിരിക്കും. ഒരു പച്ചപ്പുള്ളൊരു കര അദ്ദേഹം കരുതിയിരിക്കും. ആ പച്ചപ്പുള്ള കരയിൽ നമ്മളിരുന്ന് ആശ്വസിച്ച് നമ്മളെ ക്ഷീണം മാറ്റിക്കഴിഞ്ഞ് അടുത്ത കയത്തിലേക്ക് തള്ളിക്കിടത്തുള്ളൂ ബുധൻ. അതാണ് അതിൻ്റെ പ്രത്യേകത പറയുന്നത്. ശനിയുമായിട്ട് അടിച്ചു നോക്കുമ്പോൾ ശനീശ്വരൻ്റെ തന്നെ അങ്ങനെയൊന്നുമില്ല. ശനീശ്വരനെ സംബന്ധിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നിയമം അത് നടപ്പിലാക്കുക.
ബുധഭഗവാനെ സംബന്ധിച്ച് എത്രയേറെ നീചനാണെങ്കിലും അന്നത്തിന് ബുദ്ധിമുട്ട് വരുത്തത്തില്ല അദ്ദേഹം. അന്നത്തിന്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരുത്തത്തില്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ട് വരുത്തത്തില്ല. അത്യാവശ്യം ചെലവിനുള്ള സാമ്പത്തികം അതൊരു ചെറിയ വരുമാന മാർഗത്തിലൂടെയാണെങ്കിലും ലഭിക്കുവാൻ അദ്ദേഹം ബുദ്ധിമുട്ട് വരുത്തില്ല. കടബാധ്യതയൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും. സ്വർണ്ണാഭരണങ്ങളടക്കം കടത്തിലായിരിക്കും. വാഹനങ്ങൾ ചിലപ്പോൾ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കിയേക്കാം. ജാതകത്തിലെ നീചസ്ഥിതി കൊല്ലിക്കുക അതിൻ്റെ പല ശുഭഫലങ്ങൾ. എങ്കിൽ പോലും നമ്മളെ നടുത്തെരുവിലേക്ക് നിർത്തുന്ന തരത്തിലേക്ക് ബുധൻ അത്ര നിർദ്ദയനല്ല. അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ചരിത്രം. ഇനി അതിനൊക്കെ അപവാദമായിട്ട് അങ്ങനെയൊന്നുമല്ല. ബുധദശയിലും വളരെ ദോഷമാണെന്ന് പറയുന്നവരുണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കോടിക്കണക്കിന് ഈ നക്ഷത്രജാതരുള്ളതാണ്, എല്ലാ നക്ഷത്രങ്ങളും. അതിൽ ചിലരെ സംബന്ധിച്ച്, ചില നക്ഷത്രജാതരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായിട്ടുള്ള, ഇപ്പോൾ രാജയോഗങ്ങൾ നൽകുന്നത് ബുധനും കൂടെ ചേർന്നാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചതയ നക്ഷത്രജാതൻ്റെ ജാതകത്തിൽ രാജയോഗങ്ങൾ, ശുഭയോഗങ്ങൾ, കോടീശ്വര യോഗങ്ങളൊക്കെ ബുധനും കൂടെ ചേർന്ന് നൽകുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ബുധദശാകാലം എന്ന് പറയുന്നത് വളരെ ഗുണകരമായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ദോഷഫലങ്ങൾക്കും സാധ്യത കാണത്തില്ല. ഇനി ഒരു തരത്തിലും ബുധൻ ശുഭനല്ലാത്തൊരവസ്ഥയാണ് ജാതകപ്രകാരം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നേട്ടവും കിട്ടത്തില്ല. എന്തിനേറെ പറയുന്നു, ചർമ്മരോഗം, പാണ്ഡുരോഗം, ശ്വാസകോശ രോഗങ്ങൾ വരെ ബുധനെ കൊണ്ട് പറയാം. അത് ഓരോരുത്തരുടെയും ജാതകത്തെ ആശ്രയിച്ചിരിക്കും. എങ്കിലും പൊതു അറിവിലേക്കായി പറഞ്ഞാൽ ബുധദശാകാലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നൊരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുക, ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുക, തൊഴിൽ സംബന്ധമായിട്ടുള്ള അംഗീകാരം കിട്ടുക, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുക, അധികാര തലത്തിലേക്ക് എത്തുക, ഔദ്യോഗിക ചിഹ്നം പതിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ ബുധൻ നൽകും. നല്ല ഗായകനാണ്, കലാകാരനാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണെന്നൊക്കെ പറയുന്ന അവസ്ഥ ബുധൻ സൃഷ്ടിക്കുന്നതാണ്. ബുധനെ സംബന്ധിച്ച് ബുധദശാകാലം എന്ന് പറയുന്നത് എത്രയേറെ പ്രതിസന്ധികളുണ്ടായാലും മക്കളുടെ കല്യാണം, കൊച്ചുമക്കളുടെ കല്യാണം, അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, അവരുടെ തൊഴിൽപരമായ നേട്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ജ്യോതിഷപരമായിട്ട് സംശയം പറയാനില്ല. എന്നാൽ ഓരോ വ്യക്തികളുടെയും ജാതകത്തെ ആശ്രയിച്ച് ഈ പറയുന്ന ഫലങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടാവാം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഇവരുടെ ഏകദേശം 61 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള കേതു ദശാകാലത്തെക്കുറിച്ചാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്കിവിടെ അവതരിപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.